Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പഫ്സ് ആണ്. നമുക്ക് വീട്ടിൽ ഓവൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് പഫ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. വഴന്നു വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്തതിന് ശേഷം മാത്രം ഒരു 1/4 ഭാഗം തക്കാളി വളരെ നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. നന്നായി വഴറ്റിയെടുക്കണം നമ്മുടെ ഫില്ലിങ്, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി അത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഓയിലാണ്. ഓയിലിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം. നന്നായി സോഫ്റ്റായി കുഴച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി കട്ടിയിലൊന്നും നമ്മൾ മാവ് റെഡിയാക്കാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക ഒരു 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്നുകൂടി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി തൂവിയിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് നമ്മൾ പരത്തി എടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് വെക്കുക. അപ്പോൾ എല്ലാ ഷീറ്റും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഷീറ്റാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തടവുക. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഷീറ്റ് വെക്കുമ്പോഴും അതിന് മുകളിൽ നമ്മൾ എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 4 ഷീറ്റ് ഞാൻ മേലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി നൈസായിട്ട് പോകണ്ട, എന്നാൽ അത്യാവശ്യം ഒരു ചെറിയൊരു കട്ടിക്ക് ഇത് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു കത്തി വെച്ച് അത് 4ആയിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ചെറിയ ലെയറായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അങ്ങനെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിതൊന്ന് ഇങ്ങനെ പതുക്കേനെ വലിച്ചിതൊന്ന് ഇങ്ങനെ നീട്ടാം. എന്നിട്ട് ഒത്തിരി നീങ്ങി നിൽക്കുന്ന ഭാഗം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റുകളും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഷീറ്റ് റെഡിയായി. ഇനി അടുത്ത ഷീറ്റും ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കിളൊക്കെ പോലത്തെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി തിന്നാക്കാൻ പാടില്ല, ചെറുതായി ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ പഫ്സിൻ്റെ ഷീറ്റൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് ഫില്ലിങ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു പകുതി മുട്ട കൂടി വെക്കുക. എന്നിട്ട് രണ്ട് ഭാഗങ്ങളും തമ്മിൽ കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുള്ള പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗം കൂടി കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒത്തിരി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. മൈദയുടെ പേസ്റ്റ് ഒത്തിരി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് ഒരിത്തിരി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ പപ്സും റെഡിയാക്കി എടുക്കാം. അതുപോലെ ഈ സൈഡുകൾ നമുക്ക് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒത്തിരി നമ്മുടെ മൈദ കലക്കിയതൊന്നും അവിടെ ഒട്ടിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കും. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മൾ 4 പപ്സും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലേ? അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറേ പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് ഇതൊന്നും കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്ക് നല്ല പെർഫെക്റ്റായി തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഫ്സിൻ്റെ മീതെ എഗ്ഗിൻ്റെ മഞ്ഞ മാത്രം, വെള്ളം മാറ്റിയിട്ട് മഞ്ഞ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് പുരട്ടി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് മാത്രമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഈ പഫ്സ് അതിൽ വെക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലാണ്ടും ചെയ്യാം നമുക്ക്. എന്നിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് പഫ്സ് ആ ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും മുട്ടയുടെ മഞ്ഞ അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
ഒരു 8 മിനിറ്റ് മാത്രം മതി. 8 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, താഴ്ഭാഗമൊക്കെ നല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പപ്സിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ ഓയിൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ആ ഓയിലിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് അത് മൊരിഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി തീർക്കുക. അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഓൾറെഡി നമ്മൾ 8 മിനിറ്റ് അത് കവർ ചെയ്തിട്ട് വേവിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്സ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഒത്തിരി ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്. കുറേ മെത്തേഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.